ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് അതേപ്പറ്റി ഇപ്പോൾ വലിയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് പേര് ജാമ്യത്തിൽ പോയി, ഇനി പലരും ജാമ്യത്തിലേക്ക് പോകും. അറസ്റ്റ് ചെയ്ത പ്രതികളെ തുടരെ ജാമ്യത്തിൽ പോകുന്നത് കേസിനൊരു ദൂഷ്യമില്ല. കാരണം പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ശബരിമല കേസിൻ്റെ അന്വേഷണം മറ്റുള്ള ഒരു കേസ് പോലെ ഒരു 90 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 60 ദിവസം കൊണ്ടോ അതിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയുന്ന ഒരു കേസല്ല. കേസിൻ്റെ സ്വഭാവം വളരെ വ്യത്യാസമാണ്. വളരെ ബ്രോഡാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിയമപരമായ ധാരാളം കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. അതിന് തുടക്കം മുതലേ ഞാൻ പറയുന്നുണ്ട്, അതേപ്പറ്റി നിയമോപദേശം SIT സ്വീകരിക്കണം കൂടുതൽ. കാരണം ആ ശബരിമല കേസിൻ്റെ വിജിലൻസ് കോടതിയിലേക്ക് അത് റിമാൻഡ് ചെയ്തതിനെപ്പറ്റി നിയമപരമായ ഉപദേശം SITക്ക് ലഭിക്കേണ്ടത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ള അത് അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ എംപ്ലോയീസും പബ്ലിക് സർവൻ്റായ ആൾക്കാരെല്ലാം കൂടെ നടത്തിയപ്പം അത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പരിധിയിൽ വരുന്നത് ഒരു ക്രിമിനൽ ഒഫൻസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിജിലൻസ് ഒഫൻസായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അത് കുറച്ച് ആൾക്കാരൊക്കെ വിജിലൻസ് ഇതിൻ്റെ പണം കൈപ്പറ്റിയത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരെ ശമ്പളമല്ലാതെ പബ്ലിക് സെർവൻറ്റ് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാനോ ഒളിച്ചു വെക്കാനോ അങ്ങനെയുള്ള കാര്യത്തിന് അവർ പണം കൈപ്പറ്റിയെന്ന് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ വിജിലൻസിൻ്റെ സെക്ഷൻ 7(13) പരിധി വരുള്ളൂ. അതുകൊണ്ട് ആ രീതിയെപ്പറ്റി ഇനി ഒരു നിയമോപദേശം SIT കിട്ടുന്നത് നല്ലതാണ്. അതേസമയത്ത് പലരും 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതും തുടർച്ചയായിട്ട് എല്ലാവരും പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് പോകുന്നതിന് അത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൻ്റെ കോംപ്ലിക്കേറ്റഡായ സ്വഭാവം എന്താണെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഹൈക്കോടതിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ IPSഉം അതുപോലെ തന്നെ ADGP വെങ്കടേഷും അവർ രണ്ടുപേരും അവരുടെ കൂടെയുള്ള ചില ഓഫീസേഴ്സും നേരിട്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുഖതാവിലെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഇതുവരെ SITക്ക് എതിരായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷനും അതിൻ്റെ ഒബ്സ്ക്വയർ നേച്ചറും ഒക്കെ ഡിവിഷൻ ബെഞ്ചിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം കുറച്ച് മന്ദഗതിയിലേ പോകുള്ളൂ, സ്ലോയിലേ പോകുള്ളൂ. എടുക്കുന്ന തീരുമാനം കർക്കശമായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചോളം ഇത്ര കോംപ്ലിക്കേറ്റഡായ കേസിനെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമയമെടുത്തോട്ടെ. 90 ദിവസത്തെ ആ ഡേറ്റ് കഴിഞ്ഞവർ ജാമ്യത്തിൽ പൊക്കോട്ടെ. അതുകൊണ്ടൊന്നും അന്വേഷണത്തിൽ അത് ഒരു തരത്തിലും ദോഷം ചെയ്യില്ല. അന്വേഷണം കൃത്യമായിരിക്കണം. അവിടുന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിൻ്റെ അല്ലെങ്കിൽ കട്ടിലപ്പള്ളിയുടെ പാളികളൊക്കെ ഒന്നുകൂടെ പരിശോധിക്കാൻ ISROയുടെ എക്സ്പെർട്ട് വേണ്ടി വരും. അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒറിജിനൽ പാളി തന്നെയാണോ അവിടെ ഇരിക്കുന്നത്, അതിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയതോ എന്നുള്ള കാര്യം ആണ് കൃത്യമായി നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ഭംഗിയാക്കിയ ശേഷം മാത്രമേ കുറ്റച്ചാർജ് കൊടുക്കാൻ പാടുള്ളൂ. അതുതന്നെയല്ല, ഇതിന് പുറമെ ഇവിടുന്ന് വിറ്റുപോയ സ്വർണത്തിൻ്റെ അതിൻ്റെ പണം പങ്കുപറ്റിയവരെ പറ്റിയൊക്കെ ഇപ്പം തന്നെ ED അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. SITക്ക് സഹായകരമാണ് അവരുടെ അന്വേഷണം. കാരണം അതിലോട്ട് പോയി കഴിയുമ്പം ധാരാളം സമയങ്ങളും വർഷങ്ങളും എടുക്കും. പക്ഷേ EDയുടെ ഏകദേശം 10, 100, 110 പേര് ഓഫീസേഴ്സ് പല സ്ഥലങ്ങളിലും പോയി അവർ അന്വേഷണം വളരെ ദ്രുതഗതിയിലേക്ക് പണം കൈപ്പറ്റിയത് ആരൊക്കെ, അത് വച്ചിട്ട് അവർ സമ്പാദിച്ച വസ്തുക്കളെവിടെ, കെട്ടിടങ്ങളെവിടെ, വിദേശയാത്ര നടത്തിയത് ആരൊക്കെ, അതിനുള്ള പണം എവിടെ വന്നു, അത്രയും പണം ശമ്പളമല്ലാത്ത രീതിയിൽ കൂടുതൽ പണം അവരുടെ എല്ലാവരുടെയും കയ്യിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ കോംപ്ലിക്കേഷനും അതിൻ്റെ ഒബ്സ്ക്യൂർ നേച്ചറും ഒക്കെ ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇതേപ്പറ്റി ഒന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ SIT കുറ്റപ്പെടുത്തി ഇതുവരെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി നടന്ന കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ അന്വേഷണം തുടരട്ടെ എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ആഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം
എല്ലാ കാര്യത്തിലും ഉണ്ടാകണമല്ലോ. കാരണം ഇതിനകത്ത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ പണം സമ്പാദിച്ചത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മെമ്പർമാരും ആരൊക്കെയാണ് കൂടുതൽ പണം സമ്പാദിച്ചത്, ആ സമ്പാദിച്ച പണങ്ങളൊക്കെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളം വരാനുണ്ട്. അതേസമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം ഇ ഡി നടക്കുന്നത് അത് SITക്ക് വളരെ ഗുണകരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കാമെന്ന് ആരും കരുതണ്ട. അത് ഇ ഡിയും അതുപോലെ തന്നെ SITയുടെ കുറ്റച്ചാർജിലും അതിനകത്തൊക്കെ അത് നിഴലിച്ച് അതെല്ലാം അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ അമിതമായ പണം ഉണ്ടാക്കിയ ആരായാലും ശരി, അവരൊക്കെ കുരുക്കിനകത്ത് പെട്ടിരിക്കുന്നു. അതിനകത്ത് ഒരു കൺവിഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അന്വേഷണം മെല്ലെ പോയാൽ മതി എന്നാണ് ഞാൻ കരുതുന്നത്.